അള്ളാഹിൻ്റെ പൊരുത്തമുണ്ടായി 4 നേട്ടങ്ങളുണ്ടാവും. എന്താ 4 നേട്ടങ്ങൾ? നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വദിയാഅൻ ഫിൽ വജ്ഹി, മുഖത്ത് ഒരു വല്ലാത്ത ഒരു ശോഭയുണ്ടാവും, ഒരു രത്നശോഭ ഉണ്ടാവും, ഒരു വജ്രശോഭ ഉണ്ടാവും, മുഖത്തുണ്ടാവും. മർത്തൊന്നും പറയാൻ കഴിയില്ല ഒരാൾക്ക്. വസഅതൻ ഫി റിസ്ഖി, റിസ്ഖിൽ ഒരു സഅത്തുണ്ട്, കുടുങ്ങൂല. വീട്ടിൽ ഒരു മണി അരിയില്ല, വെച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറയേണ്ടി വരില്ല, അത് പറയേണ്ടി വരില്ല. വല്ലത്തിനും പത്തായത്തിനും ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരാളോട് ഞാൻ വെച്ചിട്ടില്ല, എൻ്റെ പൊരയിൽ തിന്നിട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. വസഅതൻ ഫി റിസ്ഖി. 4 വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്, വിശ്വാസികളുടെ ഹൃദയത്തിൽ അവനെപ്പറ്റി സ്നേഹമുണ്ടാവും. അപ്പം 4 നേട്ടങ്ങൾ. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തുണ്ടെങ്കിൽ 4 നേട്ടങ്ങളുണ്ടാവും. 1, ഹൃദയത്തിൽ പ്രകാശമുണ്ട്. 2, മുഖത്തൊരു വല്ലാത്ത ശോഭ ഉണ്ടാവും. ഇപ്പോൾ കണ്ണിയത്ത് കറുത്ത മനുഷ്യനാണ്, പക്ഷെ ഒരു മുഖത്തൊരു മുഖകാന്തിയ, നമുക്ക് മറുത്തൊരു വാക്ക് പറയാൻ കഴിയില്ല. വസഅതൻ ഫി റിസ്ഖി, ഞാനെൻ്റെ വീട്ടിൽ ഇന്നൊന്നും വെച്ചിട്ടില്ല എന്നൊരാൾക്ക് പറയേണ്ടി വരില്ല. ചിലപ്പോൾ വെക്കൂല, പക്ഷെ ആ കുടുംബം സന്തോഷത്തിലായിരിക്കും. അവർക്ക് ആവശ്യമുള്ളൊരു സഅത്ത് അല്ലാഹു കൊടുക്കും. ഒരു അന്യനോട് പോയിട്ട് ഇല്ലായ്മയും വല്ലായ്മയും പറയേണ്ടി വരില്ല. ആരോ പൂള വാങ്ങിപ്പോയപ്പോൾ പൂള പറിച്ചു പോയപ്പോൾ ഒരു പൂള കഷ്ണം കൊടുത്തു കുട്ടിക്ക്. ചിലപ്പോൾ ആ പൂള അത്ര പോന്നൊരു ഉടമക്കാരൻ പൊരുത്തപ്പെട്ടെന്ന ഒരു പൂളക്കെങ്ങ് ആ കുട്ടിക്ക് സന്തോഷമായിട്ട് ചുറ്റുന്നോ എന്നുള്ള കൊടുത്ത പൂളക്കെങ്ങ് മതിയാവും ആ കുടുംബത്തിന് ഒരു ദിവസത്തെ. പക്ഷെ സന്തോഷം അതിമ അവർക്ക് കുറച്ച് വെള്ളം കുടിച്ചാൽ അവർക്ക് മതിയോ? ആരും അവരെ പട്ടിണി അറിയില്ല. ആരാണിത് കൊടുത്തത്? 4ാമത്തെ നേട്ടം വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്, മുഅ്മിനീങ്ങൾക്ക് അവരെ പറ്റിയ സ്നേഹം ഉണ്ടാവും. മുഅ്മിനല്ലാത്തവർക്കും ഉണ്ടാവും, അല്ലാത്തവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ നന്നായ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. അവസാനത്തെ ദിവസം, ഹജ്ജിന് പോകുന്ന ദിവസം കടം വീട്ടാൻ വേണ്ടി ഹോൾസെയിൽ അരി കച്ചവടക്കാരനാണ് ബാഫക്ക് തങ്ങൾ. അപ്പം അതിൻ്റെ ഇടയിൽ മധ്യവർത്തിയായി നിൽക്കുന്ന ഒരു ഹിന്ദുവായ കച്ചവടക്കാരനുണ്ട്. അപ്പോൾ അയാളോട് കടം വീട്ടാൻ വേണ്ടിയിട്ട് ബാഫക്ക് തങ്ങൾ ഹജ്ജിന് പോകുന്ന അതിൻ്റെ തലേന്ന് കടം വീട്ടാൻ വേണ്ടി ചെന്ന സമയത്ത് അയാൾ കരഞ്ഞൊരു സംഭവമുണ്ട്. അതായത്, നിങ്ങളെന്തിനാ നാളെ ഹജ്ജിന് പോകുന്ന തിരക്കല്ലേ, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്ന്? നിങ്ങൾ കുറച്ച് പൈസ ബാക്കിയുണ്ടെങ്കിൽ തന്നെ അതൊരു കടമായിട്ട് ഞാൻ കൂട്ടും. അയാൾ കരിഞ്ഞുപോയി. അതായത് ബാഫക്ക് തങ്ങൾ കടം വീട്ടാൻ വരിക, അയാൾ കരിഞ്ഞുപോയി. ഹൃദയത്തിൽ സ്നേഹം, ആർക്കും സ്നേഹം, എല്ലാവർക്കും സ്നേഹം. അത്തരം മനുഷ്യന്മാരോട് എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാവില്ല എന്നല്ല, ശത്രുവിനും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. മഹബ്ബത്തുൻ ഫി ഖുലൂബിൻ നാസ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ പൊരുത്തം നമ്മൾക്ക് കാണില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ.